വലിയ ഒരു തുരങ്കത്തിലൂടെ പോവുകയായിരുന്നു ദയാശീലൻ എന്ന സഞ്ചാരി. എത്ര നടന്നിട്ടും തുരങ്കത്തിൻ്റെ അറ്റം കാണുന്നില്ല. ദയാശീലൻ വല്ലാതെ തളർന്നു. ഇനി തിരിച്ചു പോകുവാനും വയ്യ. തൻ്റെ അന്ത്യം ഈ തുരങ്കത്തിൽ തന്നെയായിരിക്കും അയാൾ തീർച്ചപ്പെടുത്തി. അപ്പോഴാണ് ദയാശീലൻ അകലെ ഒരു വെളിച്ചം കണ്ടത്. ഹാവു, തുരങ്കത്തിൻ്റെ പുറത്തെ വെളിച്ചമാണ് അത്. അതുവരെ ഉണ്ടായിരുന്ന തളർച്ചയെല്ലാം മറന്ന് അദ്ദേഹം വർദ്ധിച്ച ഉത്സാഹത്തോടുകൂടി നടന്നു തുടങ്ങി. അങ്ങനെ കുറേ നീങ്ങി. അപ്പോൾ അകലെ ഒരു വെളിച്ചം കൂടി. ഒന്നും മനസ്സിലാവാതെ അയാൾ അതിനു നേരെ നടന്നു. വൈകാതെ അദ്ദേഹം പുറത്തെത്തി. അവിടെ വേറെ ഒരു വൃദ്ധൻ തളർച്ച മാറ്റാനായി ഇരിക്കുന്നുണ്ടായിരുന്നു. കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ വൃദ്ധൻ പറഞ്ഞു, എൻ്റെ കയ്യിലെ പന്തത്തിൻ്റെ വെളിച്ചമാണ് നിങ്ങൾ ആദ്യം കണ്ടത്. രണ്ടാമത് കണ്ടതാണ് തുരങ്കത്തിന് പുറത്തേക്കുള്ള വെളിച്ചം. പക്ഷേ പന്തത്തിൻ്റെ വെളിച്ചം കണ്ടതും തളർച്ച മറന്നു. പുറത്തെത്തുവാൻ വൈകില്ല എന്ന ആ തോന്നലാണ് നിങ്ങളെ രക്ഷിച്ചത്. പന്തം കണ്ടിരുന്നില്ല എങ്കിൽ നിങ്ങൾ അവിടെ തന്നെ തളർന്നു വീണു മരിക്കുമായിരുന്നു. അത് ശരിയാണെന്ന് ദയാശീലൻ സമ്മതിച്ചു. പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭക്തന്മാരുടെ മാലിന്യത്തെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നവളാണ് ലളിതാ പരമേശ്വരി ദേവി. അതുകൊണ്ട് നിരഞ്ജന എന്ന നാമം കൊണ്ട് വാഗ്ദേവതകൾ അമ്മയെ സ്തുതിക്കുന്നു. നിരഞ്ജന, മാലിന്യം ഇല്ലാത്തവൾ, അവിദ്യ കൊണ്ട് ഉണ്ടാകുന്ന മലിനമായ വാസനകൾ ഇല്ലാത്തവൾ എന്നാണ് ഈ നാമമന്ത്രത്തിൻ്റെ അർത്ഥം. അഞ്ജനം കണ്ണിൽ എഴുതുന്ന കറുത്ത മഷിയാണ്. ഇവിടെ ജീവാത്മാവിനെ ബാധിക്കുന്ന അജ്ഞാനരൂപമായിട്ടുള്ള മായിക വലത്തെ സൂചിപ്പിക്കുന്നു. മാലിന്യത്തെ ആസ്പദമാക്കി മനുഷ്യരെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്: സകലർ, പ്രളയാകലർ, വിജ്ഞാനകേവലർ. ഈശ്വരനും താനും ഒന്നു തന്നെയാണ് എന്ന ഭാവന ഇല്ലാത്തവരായി ഞാൻ എന്ന ഭാവത്തോടുകൂടി കർമ്മനിരതരായിരിക്കുന്നവരാണ് സകലർ എന്ന് പറയുന്നത്. കർമ്മമാർഗത്തിലും ജ്ഞാനമാർഗത്തിലും വ്യാപരിക്കുന്ന സാധാരണക്കാരായിട്ടുള്ളവരാണ് പ്രളയാകലർ എന്ന് പറയുന്നത്. ഭേദബുദ്ധി ഒന്നുമില്ല, ഈശ്വരനും താനും ഒന്നാണ് എന്ന് കരുതുന്നവരായിട്ടുള്ള പൂർണ്ണ ജ്ഞാനം ഉള്ളവരുണ്ട്. അവരെ വിജ്ഞാനകേവലർ എന്ന് പറയും. സകലർക്ക് അശുദ്ധർ എന്നും പ്രളയകാലർക്ക് മിശ്രർ എന്നും വിജ്ഞാനകേവലർക്ക് ശുദ്ധർ എന്നും പറയാറുണ്ട്. സകലർ എന്ന വിഭാഗത്തിൽപ്പെട്ടവരുടെ അജ്ഞാനമാകുന്ന അഞ്ജനത്തെ നശിപ്പിക്കുന്നവളായിട്ടാണ് ഈ നാമത്തെ അമ്മയെ വാഴ്ത്തിയിട്ടുള്ളത്. ഏറ്റവും താഴ്ന്ന പടിയിലുള്ള ഈ വിഭാഗത്തിൽപ്പെട്ടവർക്ക് മാർഗദർശനം നൽകിക്കൊണ്ട് മോക്ഷപ്രാപ്തി അരുളുന്ന അമ്മ മറ്റുള്ളവർക്ക് മോക്ഷം നൽകും എന്ന കാര്യത്തിൽ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. രഞ്ജന എന്ന ശബ്ദത്തിന് ചേർച്ച എന്നാണല്ലോ അർത്ഥം. അതിനാൽ നിരഞ്ജന എന്ന പദത്തിന് ഒന്നിനോടും ചേർച്ചയില്ലാത്തവൾ എന്നും അർത്ഥം വരുന്നുണ്ട്. നിരന്തരമായ രഞ്ജനത്തോടു കൂടിയവൾ എന്നും നിരഞ്ജന എന്ന വാക്കിന് വ്യാഖ്യാനമുണ്ട്. രഞ്ജന എന്ന ശബ്ദത്തിന് രാഗം എന്നും അർത്ഥം വരുന്നു. രാഗത്തിന് ചുവപ്പു നിറം എന്നും അർത്ഥമുണ്ട്. പ്രാണികളെ പരസ്പരം ബന്ധിപ്പിക്കുന്നത് രാഗം എന്ന വികാരമാണ്. പ്രപഞ്ചത്തെ നിലനിർത്തുന്ന രാഗം എന്ന മനോവികാരത്തിന് കാരണഭൂതയായിട്ടുള്ളവൾ എന്നും ഈ നാമത്തിന് അർത്ഥം വരുന്നു. ഓം നിരഞ്ജനായൈ നമഃ. ഓം ഓം ഹ്രീം നിരഞ്ജനായൈ നമഃ. നിർലേപ എന്നതാണ് ലളിതാ സഹസ്രനാമത്തിലെ 134 നാമമന്ത്രം. നിർലേപ, പരിശുദ്ധ എന്നാണ് അതിൻ്റെ പദാർത്ഥം. ലേപം എന്ന വാക്ക് കർമ്മബന്ധത്തെ സൂചിപ്പിക്കുന്നു. കർമ്മബന്ധങ്ങൾക്ക് അതീതയായിട്ടുള്ളവളാണ് അമ്മ. അതായത് കർമ്മബന്ധം ഇല്ലാത്തവൾ, എല്ലാത്തിനും അതീതയായിട്ടുള്ളവൾ. ഭക്തരുടെ കർമ്മവാസനകളെ നശിപ്പിച്ചുകൊണ്ട് അവരെ മോക്ഷപ്രാപ്തിക്ക് അർഹരാക്കി തീർക്കുന്നവൾ.
സ്വയം ജ്ഞാനമൂർത്തിയായതുകൊണ്ട് ലേപത്തിനു വഴങ്ങാത്ത എന്നൊക്കെ അർത്ഥം വരുന്നുണ്ട്. സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്നീ പ്രവർത്തികളിൽ എപ്പോഴും ഏർപ്പെട്ടും ദുഷ്ടനിഗ്രഹം, ഭക്തന്മാരുടെ സംരക്ഷണം എന്നിവ സദാസമയവും ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നിട്ടും പരമാത്മസ്വരൂപിണിയായ അമ്മയ്ക്ക് ഒരു കർമ്മബന്ധവും ഉണ്ടാകുന്നില്ല. അവിദ്യയിൽ മുങ്ങിക്കിടക്കുന്നവരെ അമ്മ ജ്ഞാനം നൽകി പരിശുദ്ധരാക്കുകയും ചെയ്യുന്നു. ഓം നിർലേവായൈ നമഃ. ഓം ഓം ഹ്രീം നിർലേവായൈ നമഃ. ലളിതാ സഹസ്രനാമത്തിലെ 135 നാമമന്ത്രമാണ് നിർമ്മല എന്നത്. അജ്ഞാനമാകുന്ന അഴുക്ക് ഇല്ലാത്തവൾ, ഭക്തരുടെ മനസ്സിൽ നിന്നും എല്ലാവിധത്തിലുള്ള അജ്ഞാനവും മാലിന്യങ്ങളും എല്ലാം ഇല്ലാതാക്കുന്നവളാണ് ശ്രീമാതയായ ലളിതാ ത്രിപുരസുന്ദരീ ദേവി. അകത്തും പുറത്തും ഒരു തരത്തിലുമുള്ള മാലിന്യം ഇല്ലാത്തവൾ എന്നും എല്ലായ്പ്പോഴും പരിശുദ്ധയായിരിക്കുന്നവൾ എന്നും ഈ മഹാമന്ത്രത്തിന് അർത്ഥങ്ങളുണ്ട്. ഓം നിർമ്മലായൈ നമഃ. ഓം ഓം ഹ്രീം നിർമ്മലായൈ നമഃ. ഈ അധ്യായത്തിൽ പറഞ്ഞ 3 മന്ത്രങ്ങളും ഒരേ രീതിയിലുള്ള ഫലങ്ങളാണ് നൽകുന്നത്. ഉദയസൂര്യനിൽ അമ്മയെ ദർശിച്ചുകൊണ്ട് ഈ മന്ത്രങ്ങൾ ദിവസവും ജപിക്കാവുന്നതാണ്. അജ്ഞാനമാകുന്ന അന്ധകാരത്തെ അകറ്റി അറിവിൻ്റെ പ്രകാശം മാനവ മനസ്സുകളിൽ നിറച്ചു വയ്ക്കുന്ന അതിവിശിഷ്ടമായ ഈ മന്ത്രങ്ങൾ കൊണ്ട് നേടാനാവാത്ത കാര്യങ്ങൾ ഒന്നും തന്നെയില്ല. വാക്സിദ്ധിയും കർമ്മസിദ്ധിയും പ്രദാനം ചെയ്യുന്ന ഈ മന്ത്രങ്ങൾ എല്ലാ തരത്തിലുമുള്ള നല്ല ഫലങ്ങൾ നൽകുന്നവയാണ്. ഏറെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ സാധ്യമാകണം എന്ന് ആഗ്രഹിക്കുന്നവർ ഈ 3 മന്ത്രങ്ങളും 21 പ്രാവശ്യം ജപിക്കുകയും ഭക്തിപൂർവം തെറ്റുകൂടാതെ എഴുതുകയും ചെയ്യുക. എഴുതുന്നത് 7 ദിവസം, 9 ദിവസം അല്ലെങ്കിൽ 12 ദിവസം തുടർച്ചയായി ചെയ്യുക. തീർച്ചയായിട്ടും കാര്യസാധ്യം ഉണ്ടാവും. കുട്ടികളുടെ ദുശീലങ്ങളും പിടിവാശികളും ഒക്കെ മാറുന്നതിന് പൂജിച്ചു വച്ചിട്ടുള്ള ശ്രീചക്രത്തിൻ്റെ മുന്നിലോ 5 തിരിയിട്ട നിലവിളക്കിൽ അമ്മയെ സങ്കൽപ്പിച്ച് പുഷ്പങ്ങൾ അർപ്പിച്ചതിനു ശേഷം അതിനു മുന്നിലോ ശർക്കര പായസം ഉണ്ടാക്കി വച്ച് ഈ മന്ത്രം 51 പ്രാവശ്യം ജപിക്കുക. അതിനുശേഷം അമ്മയുടെ പ്രസാദമായി പായസം കുട്ടികൾക്ക് നൽകുക. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ജപിക്കാൻ പറ്റിയ നല്ല മന്ത്രങ്ങളാണ് ഇവ 3. ആദിപരാശക്തിയായ ജഗദീശ്വരി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ പാദപങ്കജങ്ങളിൽ സഹസ്രകോടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.